5 മാസം കൊണ്ടൊക്കെ പെര പണിയുമ്പോഴത്തേക്ക് ഈ മണ്ണ് കയറ്റി അടിച്ച് ആ ഉറച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പെട്ടെന്ന് വർക്ക് ചെയ്ത് പോവുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ എന്ത് സംഭവിക്കും? കാലക്രമേണ പണ്ടൊക്കെ ചെയ്തിട്ട് 2-3 വർഷം കൊണ്ടൊക്കെയാണ് ഒരു പെര പണിതുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ തറയൊക്കെ നല്ലതുപോലെ മണ്ണ് ടൈറ്റ് ആയിട്ടാണ് ബാക്കി വർക്കുകളെല്ലാം നടക്കുന്നത്. ഇപ്പോഴത്തെ വീടുകൾക്ക് ഏതെങ്കിലും 3-4 മാസം കൊണ്ട് കയറി താമസിക്കുന്ന വീടുകളാണ് ഒട്ടുമിക്കുന്നത്. അപ്പൊ അതേപോലെ ചെയ്യേണ്ട രീതിയിൽ ഏത് ടൈലും ചെയ്തു കഴിഞ്ഞാൽ ഒരു അപ്പോക്സിയും വേണ്ട, ഒന്നും വേണ്ട. ടൈല് തീരെ ലോ ക്വാളിറ്റി ടൈലുകളാണ് ഒട്ടുമിക്ക വീടുകളിലും ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. 28 രൂപ 26 രൂപ എന്നുള്ള തോതിലൊക്കെ ടൈലുകൾ ഒരുപാട് പേര് വിട്രിഫൈഡ് ടൈലെന്നും പറഞ്ഞ് ഒരുപാട് പേരെ പ്രലോഭിപ്പിച്ച എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഗ്ലാസ് അപ്പോക്സി, സാധാരണ അപ്പോക്സിയൊക്കെ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടാണ് ടൈലുകൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി കൊണ്ടാണ് ഈ അപ്പോക്സി ഒക്കെ ചെയ്യുന്നത്. കാരണം ബാത്റൂമിന്റെ ലീക്കേജിന് അപ്പോക്സി ഉപയോഗിക്കുന്നു, ബാക്കിയുള്ള ഫ്ലോറിൽ പൊന്തി വരും എന്നുള്ളൊരു ആ പേടി അപ്പോക്സി ഇടുന്നു. ഇതെന്തുകൊണ്ടാണ് പൊങ്ങി വരുന്നത് എന്നുള്ളത് മിക്കവർക്കും തന്നെ എന്താണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് ഉള്ളത് അറിയില്ല. മൊത്തം കൺഫ്യൂഷന്റെ പുറത്തുള്ള പരിപാടിയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന വർക്കേഴ്സ് നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതി വെച്ചിട്ട് ഓരോരുത്തരും കേട്ടും ഓരോ വീഡിയോകളൊക്കെ കണ്ടും കേട്ട് പരിചയത്തിന്റെ ഇതിലാണ് നിങ്ങൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കാറുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, കൃത്യമായി പറയാം. ചൂടടിച്ച് ടൈല് പൊന്തി വരുന്നു എന്ന് പറഞ്ഞ് വീടിന്റെ റൂമുകളിലുള്ളിൽ ടൈലുകൾ മിക്കടങ്ങും തന്നെ പൊന്തി വന്ന്, കാരണം നമ്മൾ ചെയ്തതല്ല, അല്ലാണ്ട് ചെയ്തത് പൊന്തി വന്നു കഴിഞ്ഞത് നമ്മൾ റീവർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല ഓപ്പണിങ് ഏരിയകളിൽ വർഷങ്ങളായിട്ട് വെയിലടിച്ച് കിടക്കുന്ന ടൈല് ഇപ്പോഴും പൊന്തി വരാത്തത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഇതിന്റെ പ്രശ്നം? അപ്പോൾ നമ്മൾ അപ്പോക്സി ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അപ്പോക്സി നമ്മുടെ വീടുകളിൽ അപ്പോക്സി ഒഴിവാക്കാവും. അപ്പോൾ നമ്മൾ ഇത് ഒക്കെ നമ്മളൊരു പേടിയാണ് മെയിനായിട്ട്. അപ്പോൾ അപ്പോക്സി ചെയ്യാതെ വിരിക്കാവുന്ന ഒരു അപ്പോക്സി ചെയ്യാണ്ട് നമ്മൾ ഗമ്മിലൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാളൊട്ടിച്ച ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, പെയിന്റ് അടിച്ചതിൽ ഗ്രൈൻഡ് ചെയ്ത്. അപ്പോൾ അതിന്റെ ഓപ്പണിങ് അവിടെ കമ്പനി അവിടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ഒരു ടണ്ണോളം വെയിറ്റുള്ള മെഷീനറിയൊക്കെ വെച്ചുള്ള വർക്കിംഗ് ആണ്. അപ്പോൾ അവർ പറഞ്ഞ താഴെ കോൺക്രീറ്റ് ആയതുകൊണ്ട് അതിൽ കോൺക്രീറ്റ് ഇട്ട് 9 ഇഞ്ച് കണത്തിൽ കോൺക്രീറ്റ് ഇട്ട് മെഷീൻ അടിച്ചതാണ് അവിടെ. അപ്പോൾ അതിന് മുകളിൽ കോൺക്രീറ്റിന് മുകളിൽ കറ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4x2 ഫുൾ ബോഡി വെട്രിഫൈഡ് നമ്മൾ ടൈല് വിരിക്കുകയാണ് ഗമ്മിൽ കോൺക്രീറ്റിന് മുകളിൽ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോക്സി ഇല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവിടെ വാഷിങ് കാര്യങ്ങളൊക്കെ നല്ല തണുപ്പുള്ള ഏരിയ ആണ്, യാതൊരു ചൂടുള്ള ഒരു അവസ്ഥ അങ്ങനെ വരുന്നില്ല. പിന്നെ നമ്മൾ ഓരോ മെറ്റീരിയൽസിന്റെയും, അതായത് ചില വീടുകളിൽ മണലും സാൻഡ് കൊണ്ട് വിരിക്കുന്നത് സിമെന്റിന്റെ പോരായ്മ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സിമെന്റിന്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ ഉള്ള പ്രശ്നം കൊണ്ടാണ് ഇത് ടൈൽ ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പോൾ നമുക്ക് അപ്പോക്സി ഇല്ലാതെ അതിന് നമ്മൾ ചെയ്യുന്ന ആ വർക്കിന്റെ വശം നമുക്ക് അപ്പോക്സി ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇത് ശേഷം ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോൺക്രീറ്റിന് മുകളിൽ ഗമ്മിലൊട്ടിക്കുന്ന ഡബിൾ ചാർജ് വെട്രിഫൈഡ് ഫുൾ ബോഡി വെട്രിഫൈഡ്. കാരണം ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല തേയ്മാനമുള്ള മെഷീനറി, അതേപോലെ ഒരുപാട് യൂസിങ് വരുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ കാണുന്ന 4x2 ടൈല് തീരെ ലോ ക്വാളിറ്റി ടൈലുകളാണ് ഒട്ടുമിക്ക വീടുകളിലും ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. 28 രൂപ 26 രൂപ എന്നുള്ള തോതിലൊക്കെ ടൈലുകൾ ഒരുപാട് പേര് വിട്രിഫൈഡ് ടൈലെന്നും പറഞ്ഞ് ഒരുപാട് പേരെ ലോഹിപ്പിച്ച് ടൈലടിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ടൈലാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോഡി വെട്രിഫൈഡിന് നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിലൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ കൃത്യമായി അറിയാം. ഒരു 50 രൂപ 60 രൂപ 65 രൂപ ഈ റേഞ്ചിലുള്ള ടൈലുകളാണ് കൂടുതലും ഫുൾ ബോഡി വെട്രിഫൈഡിലുള്ളത്. അതായത് 4x2 സെക്ഷനിൽ നമ്മൾ ഈ 4x2 ഫുൾ ബോഡി വെട്രിഫൈഡിന് ടൈല് നമുക്കൊന്ന് നേരെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വളവും ഉണ്ടാവില്ല. നേരെ മറിച്ച് കുറഞ്ഞ ടൈലുകളിലൊക്കെ ഇങ്ങനെയാവും ടൈലിരിക്കാറ്, അതായത് വളവുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അത് ഇതിന് കാരണങ്ങളൊക്കെയാണ്.
ചെയ്യേണ്ട രീതിയിൽ ഏത് ടൈലും ചെയ്തു കഴിഞ്ഞാൽ ഒരു അപ്പോക്സിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പല വീഡിയോകളും ഇങ്ങനെ പൊന്തി വന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പൊന്തി വരുന്നത് റീ വർക്ക് ചെയ്തത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ 2 വീടുകളിൽ പുറത്തെ ടെറസിന്റെ മുകളിൽ അപ്പോക്സി ഇടാത്ത ടൈലിന് വെയിലും തണുപ്പും മഴയും കൊള്ളുന്ന ഒരു ഏരിയ ആണ്. അവിടെ യാതൊരു ഒരു പീസിന് പോലും അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടേ ഇല്ല. നിലവിലെ റൂമുകളിലൊക്കെ ചിലപ്പോ നമ്മൾ ഓരോ കാരണങ്ങളിൽ മുമ്പിൽ വീഴുന്ന അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്, അത് കാണാവുന്നവർക്ക് കാണാം. അപ്പോൾ അതിന്റെ അടിയിലെ ചെറിയ കെമിക്കൽസിന്റെ ഒരു പ്രവർത്തനം ചില ബാച്ച് വരുന്ന ടൈലുകളുടെ പ്രശ്നങ്ങളും കൊണ്ട് അടിയിൽ നിന്ന് വരാറുണ്ട്. പിന്നെ സിമെന്റിന്റെ മിക്സിങ്ങിന്റെ ഓരോ പ്രശ്നങ്ങളും, അതും കാലക്രമേണ പിന്നെ സിമെന്റിന്റെ പവർ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിമെന്റിന്റെ പഴയ ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒക്കെ അല്ലെങ്കിൽ നമ്മൾ താഴെ മണ്ണിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അവിടെ എന്തെങ്കിലും ക്രാക്കുകൾ വരാറുണ്ട് ചിലയിടങ്ങളിൽ. കാരണം പെട്ടെന്നുള്ള പെരപണിയിൽ ഒരുപാട്, അതായത് 2, 3, 4, 5 മാസം കൊണ്ടൊക്കെ പെര പണിയുമ്പോഴത്തേക്ക് ഈ മണ്ണ് കയറ്റി അടിച്ച് ആ ഉറച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പെട്ടെന്ന് വർക്ക് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ എന്ത് സംഭവിക്കും? കാലക്രമേണ പണ്ടൊക്കെ ചെയ്തിട്ട് 2, 3 വർഷം കൊണ്ടൊക്കെയാണ് ഒരു പെര പണിതുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ തറയൊക്കെ നല്ലതുപോലെ മണ്ണ് ടൈറ്റ് ആയിട്ടാണ് ബാക്കി വർക്കുകളെല്ലാം നടക്കുന്നത്. ഇപ്പോഴത്തെ വീടുകൾക്ക് ഏതെങ്കിലും 3, 4 മാസം കൊണ്ട് കയറി താമസിക്കുന്ന വീടുകളാണ് ഒട്ടുമിക്ക. അപ്പൊ അതേപോലെ വീടുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കംപ്ലൈന്റുകൾ വരും. കച്ചവട വീടുകൾ അങ്ങനെ കംപ്ലൈന്റ് വരും. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ കാരണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ബാക്കിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കമ്മില് ഈ കോൺക്രീറ്റ് വലിയ മോട്ടർ അടിച്ച്, അതായത് 9 ഇഞ്ച് തിക്നെസ്സിൽ കംപ്ലീറ്റ് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത് മെഷീൻ അടിച്ച വർക്കാണത്. നമ്മളിത് കഴിഞ്ഞ ദിവസം പെയിന്റ് അടിച്ചത് ഗ്രൈൻഡ് ചെയ്ത് ടൈലിട്ടിരുന്നു. ഇവിടെ മെഷീനറി എല്ലാം തുടങ്ങി എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ചെറിയ കറ പോലെ ഇതേപോലെ കറകൾ, കോൺക്രീറ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു കറയും ഫുഡിൻ്റെ ഇതും കാരണം കറകൾ വരുന്നതുകൊണ്ട് നമ്മൾ ഗമ്മിൽ ടൈലൊട്ടിക്കണം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നമ്മൾ കോൺക്രീറ്റിന് മുകളിൽ അധികം കനയില്ലാത്ത രീതിയിൽ റിയാസ്, ഷിനു എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് കനം വരാത്ത രീതിയിൽ ഗമ്മിൽ 10 mm തിക്നെസ്സുള്ള അഡ്ജസ്റ്റ്മെന്റ് വേണം വലിക്കാനായിട്ട്. കാരണം നമ്മൾ ടൈലിൽ ഗമ്മ് വയ്ക്കാതെ കോൺക്രീറ്റിൽ മാത്രമേ ഗമ്മ് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം ഒരേ ഇടത്തിൽ തന്നെ ക്ലിയറാക്കി പതിച്ചു വലിക്കുന്നില്ല. 10 mm കൈവരിയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് വലിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് തിക്നെസ് കിട്ടുകയും ചെയ്യും. ടൈലിലും കൂടി വലിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ മൊത്തം ഏകദേശം ഒരു 1100 സ്ക്വയർ ഫീറ്റോളമാണ് ഇതിൻ്റെ ഉൾവശമുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 13 അടിയോളം ഹൈറ്റ് ഈ ബിൽഡിങ്ങിനുണ്ട്. അതുകൊണ്ട് ചൂട് ഒരു കാരണവശാലും ഇതിനകത്ത് നിൽക്കില്ല. ഇരുനില കെട്ടിടമാണത്. നമുക്ക് മുകളിലെ വർക്ക് കൂടി ചെയ്യാനായിട്ടുണ്ട്. അതും അപ്പോക്സി ഇല്ല. അപ്പോൾ ഈ താഴെ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ മുകളിൽ ചെയ്യാനുള്ളതാണ്. കാരണം ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ അപ്പോക്സി ഇല്ല, ഫസ്റ്റ് ഫ്ലോറിലും അപ്പോക്സി ഇല്ല, ബാത്റൂം മാത്രമാണ് അപ്പോക്സി ഇടുന്നത്. അപ്പോൾ നമ്മൾ പശ മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ഗമ്മ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. റബ്ബറിൻ്റെ ഗമ്മ് ശേഷം 50 കിലോ ഗമ്മും 50 കിലോ സിമെൻറ്റ്, അതേപോലെ പപ്പാതി സിമെൻറ്റും ഗമ്മും കൂടി ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ജോയിൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് വെച്ചത് കാരണം ഗമ്മാകുമ്പോഴത്തേക്ക് ചെറിയൊരു ടൈലിൻ്റെ ബെൻഡ് ചെറിയൊരു, അതായത് നമ്മൾ മുട്ടി കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ജാമിങ് വരും. അപ്പോൾ അത് ക്ലിയർ ആകാൻ വേണ്ടി ഒരു ടൈലിൻ്റെ പീസും വെച്ച് ചെറിയ കട്ടയും ആണ് വയ്ക്കുന്നത്. ഇതാണ് 2 ചാക്കിനുള്ള മിക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. റിയാസ് ചവിട്ടിക്കടയാണ് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാമെന്നുള്ള പുള്ളിക്കാരൻ്റെ ഒരു നിഗമനത്തിന് നമ്മൾ അങ്ങനെ വിട്ടു കൊടുത്തു. നമ്മൾ ഗമ്മും സിമെൻറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ലാസ്റ്റ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. 2 സീൻ കൂടി രക്ഷപ്പെടുന്നു. ഇത് നമ്മൾ വാള ആദ്യമേ ചെയ്ത വീഡിയോ ഇട്ട് ആ വാളാണത്. വെട്രിഫൈഡിൻ്റെ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് 2x2. അതും ജോയിൻ ഫ്രീ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പേസർ വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. നമ്മൾ തന്നെയാണ് ഇവിടെ സ്ഥിരം വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 4 കൊല്ലത്തോളമായിട്ട് നമ്മൾ തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം വർക്കുകൾ.
ചെയ്യാറുള്ളത്. അത് നമ്മൾ പോയിന്റ് ചെയ്ത് നമ്മളത് ലിക്വിഡ്, അതായത് ജോൺ ഫില്ലറിൻ്റെ കൂടെ റൂഫിൻ്റെ ഒരു ലിക്വിഡ് കൂടി ചേർത്ത് പൊളിഞ്ഞു പോകാത്ത വിധം പോയിന്റും ചെയ്ത് ഇറങ്ങുകയാണ്. ആ കൂടെ തുടച്ച് ഫിനിഷ് ചെയ്ത് ഒരേ കളർ തന്നെ ഭിത്തി. താഴെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ഫ്ലോറിലെ ടൈല്. നമുക്കിങ്ങനെ മൊത്തം ബ്രൈറ്റ് ആയതുകൊണ്ട് ഒരേ കളർ പോലെ തോന്നുന്നതാണ്. താഴെ ഫ്ലോർ ഇട്ടിരിക്കുന്നത് ഡബിൾ ചാർജ് ഫുൾ ബോഡി ബട്ടർഫ്ലൈഡും, ഭിത്തിയിൽ വന്നിരിക്കുന്നത് സാധാ ബട്ടർഫ്ലൈഡ് 2x2 ആണ്. താഴെ ഇട്ടിരിക്കുന്നത് 4x2. 4x2 എന്ന് പറയുമ്പോഴത്തേക്ക് 600, 1200 ടൈലാണ്. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അവർക്ക് ഫിനിഷിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.